പച്ചമുളകിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഭയങ്കര ഹാപ്പിയാണ്. കാരണം എനിക്ക് എപ്പോഴും നോൺ വെജ് വിഭവത്തിനെക്കാട്ടും ഇഷ്ടം വെജിറ്റേറിയൻ വിഭവങ്ങളാണ്. എപ്പോഴും നമ്മൾ എന്താ പറയുക, നമ്മൾ ഈ പച്ചമുളകിൽ കൂടി ഇഷ്ടംപോലെ നോൺ വെജ് ഐറ്റംസ് ആണ് കാണിക്കണത് അല്ലേ. എപ്പോഴും മിക്കവാറും എല്ലാ എപ്പിസോഡ്സും നോൺ വെജ് ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കരമായിട്ടുള്ള റെസിപ്പീസാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്നൊരു വെജിറ്റേറിയൻ ഡിഷാണ് കാണിക്കാൻ പോകുന്നത്. നമ്മളെല്ലാവരും ഹോട്ടൽസിലൊക്കെ പോയി വെജിറ്റേറിയൻസിൻ്റെ ഒരു ഓപ്ഷനാണ് ഒന്നെങ്കിൽ ഗോബി മഞ്ചൂരിയൻ, അല്ലെങ്കിൽ എന്തെങ്കിലും മഷ്റൂം, ചില്ലി മഷ്റൂം. അതൊക്കെ ഒരു വെജിറ്റേറിയൻസിൻ്റെ മെയിനായിട്ട് അവർ എപ്പോഴും പറയാറുള്ള ഡിഷാണ് അല്ലേ. ഇതിപ്പം മലായ് കൊഫ്ത എന്ന് പറയുന്ന ഒരു ഡിഷാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അത് ശരിക്കും നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗസ്റ്റ് ഇവിടെ റെഡിയാണ്. രഹന, വെൽക്കം ടു അവർ ഷോ. താങ്ക് യു. രഹന പുതിയ ആളൊന്നുമല്ല. ഇതിനു മുന്നേ രഹന ചേച്ചി നല്ല വിഭവങ്ങൾ നമുക്ക് പച്ചമുളകിൽ കൂടി കാണിച്ചു തന്നിട്ടുണ്ട്. ആൻഡ് ഞാനും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ഓർക്കുന്നൊരു നോൺ വെജ് വിഭവമായിരുന്നു. ചിക്കൻ 66 ആണ്. ഞാനത് ഇപ്പോഴും ഓർക്കുന്നത്. കാരണം ചിക്കൻ 65 അല്ല, ചിക്കൻ 66 ആയിരുന്നു രഹന ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്ന് മലായ് കൊഫ്ത. എന്താ ഇന്ന് വെജിറ്റേറിയൻ ചൂസ് ചെയ്യാൻ കാരണം? നോൺ വെജ് തീർച്ചയായിട്ടും എപ്പോഴും നമ്മുടെ പച്ചമുളകിൽ നോൺ വെജ് തന്നെ, ഒന്നെങ്കിൽ ഫിഷ് അല്ലെങ്കിൽ ചിക്കൻ. ഇത് കഴിഞ്ഞിട്ടുള്ള സംഭവമില്ല. പക്ഷേ ഇന്ന് വെജിറ്റേറിയൻസിന് വേണ്ടി മാത്രം ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ് മലായ് കൊഫ്ത. ശരിയാണ്, നമ്മൾ ഹോട്ടൽസിൽ ഞാനിത് ഉണ്ടാക്കി നോക്കിയിട്ടില്ല, പക്ഷേ ഐ ലവ് ഇറ്റ്. കാരണം നമ്മൾ ഏത് വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയാലും നമുക്ക് നാൻ്റെ കൂടെയൊക്കെ ആണെങ്കിലും ഒരു എന്താ പറയുക, ഒരു ഫേമസ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ മലായ് കൊഫ്ത. എല്ലാവരും ഓർഡർ ചെയ്യാറുണ്ട്. എനിക്ക് ഭയങ്കര ടേസ്റ്റ്. അതിങ്ങനെ ഒരു ബോൾ അല്ലേ, വെജിറ്റേറിയൻ ഒരു ബോൾസ് ഉണ്ടാക്കി ഫ്രൈ ചെയ്തിട്ട് പിന്നെ ഒരു ഗ്രേവി ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഇത് നോർത്ത് ഇന്ത്യൻ ഡിഷാണോ? നോർത്ത് ഇന്ത്യൻ ഡിഷ്. വീട്ടിലെ വിശേഷങ്ങളും എല്ലാ വിശേഷങ്ങളും പറയൂ. എനിക്ക് എന്തോന്ന് ചാനൽസിലൊക്കെ പോയി കുറേ കോമ്പറ്റീഷൻസ് ഒക്കെ വിന്നറൊക്കെ ആയെന്ന് അറിഞ്ഞു. വിന്നറായിട്ടില്ല, പോയിട്ടുണ്ടായിരുന്നു, പങ്കെടുത്തിട്ടുണ്ട്. കുറേ 2-3 പ്രോഗ്രാംസിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വെജിറ്റേറിയൻ തന്നെ ചൂസ് ചെയ്യാനുള്ള വല്ല ഇതുണ്ടോ? ഇപ്പം നോക്കിയാലും ഈ നോൺ വെജ് ആണ് ട്രൈ ചെയ്യാറ്. ഈ ചിക്കനിൽ തന്നെ എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് ചെയ്യും. അപ്പം ഞാൻ വിചാരിച്ച് എന്തായാലും പനീർ വെച്ചിട്ടൊരു മലായ് കൊഫ്ത ഉണ്ടാക്കി നോൺ വെജ് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. ഓ ശരി. ആക്ച്വലി പനീർ വെച്ചല്ലേ മലായ് കൊഫ്ത? പനീറും പൊട്ടേറ്റോസും മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഈ മലായ് കൊഫ്ത എന്ന് പറയുന്നത് പനീർ ഉണ്ട് അതിനകത്ത്, മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇൻഗ്രീഡിയൻറ്റ് പനീറാണ്. ഓക്കെ. അപ്പം നമ്മുടെ ഈ മലായ് കൊഫ്ത എങ്ങനെ ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ മലായ് കൊഫ്തയുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ റെഡിയാണ്. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് പരിചയപ്പെടുത്താം. ബോയിൽഡ് പൊട്ടാറ്റോസ്, ഓക്കെ, വേവിച്ച ഉരുളക്കിഴങ്ങ്, പനീർ. ഇത് പനീറും ഇതും മിക്സ് ചെയ്തിട്ടാണ് കൊറിയൻഡർ ലീവ്സും ഇട്ടിട്ടാണ് നമുക്ക് ബോൾസ് ആദ്യം ഉണ്ടാക്കേണ്ടത്. ഇത് കൊറിയൻഡർ ലീവ്സ്, മല്ലിപ്പൊടി, കോൺഫ്ലോർ, മൈദ, ഉപ്പ്, തക്കാളി, കസൂരി മേത്തി, കശ്മീരി ചില്ലി പൗഡർ, ജീര പൗഡർ, ഓക്കെ, ഓണിയൻസ്. ഇത് മിക്സ് ആയിട്ടുള്ള പച്ചമുളക്, വെളുത്തുള്ളി. പിന്നെ ആൽമണ്ട്സ് എന്തിനാണ്? ആൽമണ്ട്സും കാഷ്യൂനട്ട്സും കൂടിയിട്ട് പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഗ്രേവി ഉണ്ടാക്കാം. അപ്പോൾ ഇത് സോക്ക്ഡ് ആൽമണ്ട്സ്. ഓക്കെ, സോക്ക്ഡ് ആൽമണ്ട്സ് ആണ് ഇത് ഗരം മസാല പൗഡർ, പിന്നെ വേറെ ചില്ലിയും ജിഞ്ചറും അത് മിക്സ് ചെയ്യാനായിട്ട്. ആദ്യം ആ കൊഫ്ത ഉണ്ടാക്കണം നമ്മൾ. അതിൻ്റെ ആ ഒരു പനീറും പൊട്ടറ്റോയും കൂടെ ഒരു ബോൾസ് ഉണ്ടാക്കി അത് ഫ്രൈ ചെയ്തിട്ട് വേണം നമുക്ക് ഈ മലായ് കൊഫ്ത ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ആദ്യം ഫ്രഷ് ക്രീം, ഓക്കെ, ഫ്രഷ് ക്രീമും കോൺഫ്ലവറും, പിന്നെ ഇവിടെ കറുവാപ്പട്ട, ഏലക്കയൊക്കെ എടുത്തിട്ടുണ്ട്. അതെനിക്കൊന്ന് എണ്ണ ഒഴിക്കുമ്പോഴത്തേന് ഇടാൻ, ഇത് ഗ്രേവി ഉണ്ടാക്കുമ്പോൾ ഇടാനായിട്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഉരുളക്കിഴങ്ങ് മാഷ് ചെയ്യണമായിരിക്കും. 3 ഉരുളക്കിഴങ്ങ് വേണം. അപ്പോൾ ആദ്യം തന്നെ പൊട്ടാറ്റോ നല്ലപോലെ മാഷ് ചെയ്യുക. ഇപ്പോൾ ഏകദേശം ഒരു 4 പൊട്ടാറ്റോ ആണ് എടുത്തേക്കണേ. നല്ലപോലെ ബോയിൽഡ് എന്ന് വെച്ചാൽ നല്ലപോലെ വേഗണം പൊട്ടാറ്റോ, എന്നാലും നല്ലപോലെ മാഷ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് പനീറും ഇതും കൂടി ഇട്ടിട്ട് പിന്നെ എന്താ ഇതിവിടെ മല്ലിയില, കുറച്ച് കശ്മീരി ചില്ലി പൗഡർ, കുറച്ച് ഗരം മസാല, സോൾട്ട്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് വേണം ആ ബോൾസ് പിടിക്കാനായിട്ട്. അപ്പം നമ്മുടെ പൊട്ടാറ്റോ നല്ലപോലെ മാഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പനീർ എത്രയാണ് നമ്മൾ എടുത്തത്? ഞാനൊരു 400 ഗ്രാംസ് എടുത്തിട്ട് 400 ഗ്രാംസ് പനീറാണ് എടുത്തേക്കണേ. മൊത്തം ഇടാം അല്ലേ? ഓക്കെ. അപ്പം പനീറും പൊട്ടാറ്റോയും മല്ലിയില ഇട്ടിട്ട് കുറച്ച് മല്ലിയില,
ഇനി ഇഞ്ചി വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞും കൂടി ഇതിനകത്തേക്ക് ചേർക്കാണ്. പച്ചമുളക് കടിക്കുമ്പോൾ നല്ല ഒരു ഇത് മതിയോ? മതി. കുറച്ചുകൂടെ മല്ലിയില വേണം. അപ്പം മല്ലിയില ഇതിനകത്ത് ഏറെ ഇടുന്നുണ്ട് കേട്ടോ. ഇനി ഉപ്പ് വേണ്ടേ? ഉപ്പ്, ഗരം മസാല, ഗരം മസാല എത്ര വേണം? ഒരു പിഞ്ച് മതി. ഒരു പിഞ്ച് കശ്മീരി. അപ്പോൾ ഒരു പിഞ്ച് ഗരം മസാല മതി. അത് അതിൻ്റെ ഒരു ടേസ്റ്റിനനുസരിച്ച് അളവൊക്കെ. ഇനി ഇത് കാശ്മീരി ചില്ലി പൗഡർ എത്ര? അത്രത്തിന് കുറച്ച്. അപ്പോൾ നല്ലപോലെ ഇപ്പം നമ്മൾ ഇതിനകത്ത് പനീറിട്ടു, ബോയിൽഡ് പൊട്ടാറ്റോസ്, പിന്നെ മല്ലിയില, ഗരം മസാല, മുളക് പൊടി, ഉപ്പ്, പിന്നെ ഇഞ്ചി, പച്ചമുളക് അല്ലേ, ഇതെല്ലാം കൂടെ ഇട്ട് നല്ലപോലെ മാഷ് ചെയ്യുവാണ്. ഇനി ഇത് കുട്ടി കുട്ടി ബോൾസ് ആയിട്ട് നമുക്ക് എടുക്കണം അല്ലേ. ഇപ്പം ഇത് എങ്ങനെ ഇത് ട്രൈ ചെയ്ത് നോക്കി? യൂട്യൂബിൽ കണ്ട് ട്രൈ ചെയ്യുന്നതാണോ അല്ല ഇത് പഠിക്കണം എന്ന് വെച്ചിട്ട്? ഒരു ഹോട്ടലിൽ പോയപ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഒന്ന് വീട്ടിൽ വന്നിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ കഴിച്ചപ്പോൾ തന്നെ എന്തൊക്കെ ഇൻഗ്രീഡിയൻ്റ് ആണെന്ന് മനസ്സിലായത്? ഏകദേശം നോക്കി. പിന്നെ നമുക്ക് എന്ത് ഡിഷ് ആണെങ്കിലും നമുക്കൊരു സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ യൂട്യൂബ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുമല്ലോ എന്തൊക്കെ ആഡ് ചെയ്യണം അല്ലേ. അതൊക്കെ ഉണ്ട്. പക്ഷേ അത് ഒരു ടിപ്പിക്കൽ നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. ഇതിലേക്ക് ഒരു ലേശം കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്യുകയാണ്. ഈ പൊട്ടാറ്റോ കുറച്ച് മൈദ. അപ്പോൾ ഒന്നുമില്ല, ഈ പൊട്ടാറ്റോയും പനീറും മിക്സ് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇച്ചിരി ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ഒരു ടീസ്പൂൺ മൈദയും കൂടെ ചേർത്താണ് മിക്സ് ചെയ്യുന്നത്. ഒരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ്. എന്നാലേ ആ ബോൾസിന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പൊടിയാണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ നട്ട്സ് കിസ്മിസും ആഡ് ചെയ്യുക. പക്ഷെ ഇത് വേണമെന്നില്ല അല്ലേ, ഓപ്ഷനാണ് കേട്ടോ. എനിക്ക് പക്ഷേ ഇതിനകത്ത് നട്ട്സും കിസ്മിസും ഒക്കെ ആയിട്ട് എന്തോ ഒരു സ്വീറ്റ് ഐറ്റം ആയിട്ട് വരും. അല്ലെങ്കിൽ നല്ല നല്ല സ്പൈസി ആയിട്ടുള്ളൊരു കറി കഴിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നട്ട്സും കിസ്മിസും ഒരു ശല്യമായിട്ട് നമുക്ക് തോന്നും. പക്ഷേ ഇതിനകത്ത് നമ്മുടെ രഹന ചേച്ചിയുടെ നിർബന്ധപ്രകാരം ഓപ്ഷനാണ്. ഇറ്റ്സ് അപ് ടു യു. വേണമെങ്കിൽ വെക്കാം, വേണമെങ്കിൽ വെച്ചാൽ മതി. അല്ലെങ്കിൽ ഇതിൽ മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യാറ്. അതിനകത്തല്ലേ ഈ മിക്സ്ചറിൻ്റെ ഉള്ളിൽ ഇട്ടാൽ മതി. വേണമെങ്കിൽ നമുക്ക് ലോങ് ഷേപ്പിലാക്കിയിട്ട് എടുക്കാം. അങ്ങനെ എടുക്കാം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. അപ്പോൾ നമ്മുടെ മലായ് കോഫ്തയുടെ ബോൾസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബോൾസിനെ നല്ലപോലെ ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് പാൻ വെക്കാം. ഇനി എണ്ണ ഒഴിക്കാം അല്ലേ. ഏകദേശം വറുത്തെടുക്കാൻ വേണ്ടി നല്ല ആ ബോൾസ് കംപ്ലീറ്റ് മുങ്ങണം. അപ്പോൾ നമ്മുടെ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇടുകയല്ലേ? പൊട്ടുവോ? ഒന്ന് തിരിച്ചിട്ടോ. ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ പനീർ ബോൾസ് റെഡി. ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനത് പൊട്ടാതെ വേണം ഇത് എടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ പൊട്ടും. അല്ലെങ്കിൽ ആ കോൺഫ്ലവറിന് മൈദയും നല്ലപോലെ ബൈൻഡിങ് ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബോൾസ് പൊട്ടാൻ സാധ്യതയുണ്ട്. ഇനി കോഫ്തയുടെ ഗ്രേവി ഉണ്ടാക്കാം. അതിന് ആദ്യം ഇതിലേക്ക് ഇടേണ്ടത് ഏലക്ക, ഗ്രാമ്പൂ, കറുവാപ്പട്ട അതെല്ലാം ഓയിലേക്ക് ഇടുകയാണ്. അതിൻ്റെ കൂടെ ഈ കാഷ്യൂ നട്ട്സും സോക്ക് ചെയ്ത് വെച്ച കാഷ്യൂ നട്ടും ആൽമണ്ട്സും. ഇനി ഓണിയൻസ് ഇടാം. രണ്ട് ഓണിയൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, 2 സവാള എടുത്തിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ 2 സവാളയാണ് എടുക്കുന്നുണ്ടെങ്കിൽ ടൊമാറ്റോസ് 4 എടുക്കണം. ഓക്കെ, അങ്ങനെയാണല്ലേ. അപ്പോൾ അതിലേക്ക് തന്നെ സോക്ക്ഡ് ആൽമണ്ട്സും
സോക്ക്ഡ് ബദാം അല്ല സോക്ക്ഡ് ആൽമണ്ട്സും സോക്ക് ചെയ്ത് വെച്ച കാഷ്നട്ട്സും ഒക്കെ ഇട്ടു. സവാള ഇട്ട്, സവാള ഏകദേശം 2 ഇട്ടു അല്ലേ. 2 സവാള ഇടുമ്പോൾ 4 തക്കാളി ഇടണമെന്നാണ് പറയുന്നത്. പിന്നെ ഈ ഗ്രേവി എല്ലാം കൂടെ പിന്നെ നമ്മൾ ഗ്രൈൻഡ് എടുക്കുന്നത്. പിന്നെ ആ ഒരു ഗ്രേവിയിൽ കിടന്ന് വേണം ഈ നമ്മുടെ ഈ വെജിറ്റബിൾ ബോൾസ് നല്ലപോലെ കുക്കായി വരാൻ. പച്ചമുളക്, ഓക്കെ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഏകദേശം 2 പച്ചമുളകുകൾ എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് തക്കാളി. അപ്പോൾ ഇനി നമുക്ക് ജീര പൗഡർ ചേർക്കാറുണ്ട്, ചില്ലി പൗഡർ, കസൂരി മേത്തി ഒക്കെ ആഡ് ചെയ്യാനുണ്ട് അല്ലേ. കസൂരി മേത്തി ലാസ്റ്റ് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാത്രം മേത്തി ലീഫ് ഇട്ടാൽ മതി. കുറച്ച് ടൊമാറ്റോസ് ആഡ് ചെയ്തു. ഏകദേശം ഇത് 4 ടൊമാറ്റോ അല്ലേ. പുളിയൊന്നും ആയിരിക്കത്തില്ല അല്ലേ. ഗ്രഹണ ചേച്ചിക്ക് ഇഷ്ടമുള്ള ഫുഡ് എന്താണ്? എനിക്ക് ചിക്കനിൽ തന്നെയാണ്. ചിക്കനിൽ എന്തെങ്കിലും നല്ല ഫ്രൈ ആണ് ഏറ്റവും ഇഷ്ടം. ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം തിന്നാനല്ല ഇഷ്ടം, എനിക്ക് പുറത്ത് പോയിട്ട് തിന്നാനാണ് ഇഷ്ടം. എന്തെല്ലാം ശരിയാണ്, നമ്മൾ തന്നെ ഭക്ഷണം നമുക്ക് കഴിക്കാൻ തോന്നില്ല. ഞാനിങ്ങനെ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കും, അതും പിന്നെ അത് ഉണ്ടാക്കി ടേബിളിൽ വെക്കും, പക്ഷെ സെർവ് ചെയ്യാനും എനിക്കിഷ്ടമില്ല. അതൊരു മടി, തന്നെ എടുത്ത് കഴിച്ചോണം, ഉണ്ടാക്കി വെക്കും. പാർവതിന്റെ ഫേവറേറ്റ് ഡിഷ് എന്താ? എൻ്റെ ഫേവറേറ്റ് ഡിഷ് മീൻകറി ഇഷ്ടമാണ്, കപ്പ ഇഷ്ടമാണ്, മീൻകറി ഇഷ്ടമാണ്. ഏറ്റവും ഇഷ്ടമുള്ള ആഹാരം എന്ന് പറയുമ്പോൾ പഴങ്കഞ്ഞിയാണ്. പക്ഷേ അതിപ്പം ഞാൻ കുറച്ച് നാളായിട്ട് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. കാരണം പഴങ്കഞ്ഞി കുടിച്ച് ഭയങ്കരമായിട്ട് വണ്ണം വെക്കുന്നൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, പഴങ്കഞ്ഞി എന്ന് പറയുമ്പോൾ നല്ല പ്രോട്ടീൻ ആയിട്ടുള്ള ഫുഡല്ലേ. എനിക്കിഷ്ടം പഴങ്കഞ്ഞിയാണ്. കപ്പ ഇഷ്ടമാണ്. ഇനി എന്താണ് അടുത്ത ഇടേണ്ടത്? ഇതിലേക്ക് മുളക് പൊടി, കശ്മീരി ചില്ലി പൗഡറാണ്. ഓക്കെ, കുറച്ചിട്ടാൽ മതി. അപ്പം ഇതിലേക്ക് നമ്മൾ ചില്ലി പൗഡർ ഇട്ട് 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ടായതുകൊണ്ട് കുറച്ച് മതി. നമ്മൾ ഗ്രീൻ ചില്ലി ആഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അത്ര എരിവിൻ്റെ ആവശ്യമില്ല. ജീര പൗഡർ എത്ര? 1 പിഞ്ച് ജീരകം പൊടിച്ചത് ചേർത്തു. ഇത് കൊറിയൻഡർ പൗഡർ, മല്ലിപ്പൊടി അതന്നെ കുറച്ച് ഹാഫ് ടീസ്പൂൺ. ഗരം മസാല 1 ടീസ്പൂൺ. ഓക്കെ, അപ്പം നമ്മൾ മല്ലിപ്പൊടി, മുളക് പൊടി, ജീര പൗഡർ, പിന്നെ സോൾട്ട് അതും കൂടെ ചേർത്ത് മതി. അപ്പം എനിക്ക് ആ ജീരകത്തിൻ്റെ ഫ്ലേവറൊക്കെ നല്ലപോലെ വരുന്നുണ്ട്. ആക്ച്വലി ഈ നോർത്ത് ഇന്ത്യൻസിൻ്റെ ഡിഷസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരെല്ലാത്തിലും ജീര പൗഡർ ആഡ് ചെയ്യും. അവരുടെ ചിക്കൻ കറിയിലും അവർ ജീര പൗഡർ ആഡ് ചെയ്യും. നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ ജീരകം എന്നൊക്കെ പറയുന്നത് നമ്മുടെ സാധാരണ ഉച്ചയ്ക്കൊക്കെ ചോറിന് ഒഴിക്കാൻ കഴിക്കുന്ന കൂട്ടത്തിലാണ് കൂടുതലും ജീരകമൊക്കെ നമ്മൾ ആഡ് ചെയ്യുക. പക്ഷെ അവരുടെ ഒരു മെയിൻ ഫ്ലേവറാണ് ഈ മേത്തി ലീഫ്, കസൂരി മേത്തി എന്ന് പറയുന്നത്. മേത്തി ലീഫും ജീര പൗഡറും എന്ത് ഡിഷിലും കസൂരിയും ഫ്രഷ് ക്രീമും ഇതാണ്. പനീർ ബട്ടർ മസാലയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ഫ്രഷ് ക്രീമൊക്കെ ആഡ് ആവാറുണ്ട്. അതും ഏകദേശം ഇല്ലേ, പനീർ ബട്ടർ മസാല ഇത് ഏകദേശം ഇങ്ങനെ ഗ്രേവി ഉണ്ടാക്കിയിട്ട് അരച്ചെടുത്തിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. സെയിം തന്നെ ഗ്രേവി എല്ലാത്തിനും സെയിം ആണ് വരുന്നത്. പക്ഷേ ഇതിനെ വരുന്ന മലായ് കോഫ്തന്റെ ഈ ബൗൾസിൽ ഇത് പൊട്ടാറ്റോവും ഇതിൽ ആഡ് ആവുന്നു. എനിക്കൊന്ന് മലായ് കോഫ്ത കറി എന്ന് പറയുമ്പോൾ ഇച്ചിരി പുളിയുള്ള കറിയാണെന്ന് തോന്നുന്നല്ലേ. പുളി നമുക്ക് അതിലും ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് സ്വീറ്റ് ആവുന്നെങ്കിൽ കുറച്ച് ഷുഗർ ആഡ് ചെയ്താൽ മതി. റെഡിയായി, നമുക്കിനി ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ ഏകദേശം പൊടികളെല്ലാം അതിൻ്റെ പച്ചക്കുത്തലൊക്കെ മാറിയിട്ടുണ്ട്. എല്ലാം നല്ല ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കണം. ആ ഒരു ഗ്രേവിയിൽ വേണം നമ്മുടെ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബോൾസും കൂടെ അതിനകത്ത് ആഡ് ചെയ്ത് ആ ഒരു ഗ്രേവിയിലേക്ക് ബോൾസ് ഇടാൻ പറ്റില്ല. ബോൾസ് ഇട്ടാൽ ചിലപ്പോൾ പൊട്ടിപ്പോകും. ഇത് പ്ലേറ്റിലേക്ക് വെച്ചതിന് ശേഷം മുകളിൽ ഗ്രേവി യൂഷ്വലി അങ്ങനെയാണ്. ഓക്കെ, ഞാൻ നേരെ എനിക്കറിയില്ല, എനിക്ക് ഈ ഒരു വിഭവമേ അറിയില്ല. ഇതിപ്പം രഹന ചേച്ചി കയ്യിൽ നിന്ന് വേണം ഞാൻ പഠിക്കണേ. അപ്പം ആക്ച്വലി ഇത് അങ്ങനെയാണല്ലേ, അല്ലെങ്കിൽ വെരി സോഫ്റ്റ്. കാരണം നമുക്ക് ഇത് ബോൾ തൊടുമ്പോൾ ഭയങ്കര ഡെലിക്കേറ്റ് ആയത്. അത് ഞങ്ങൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോകും. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് നമുക്ക് ഇതിൻ്റെ മുകളിൽ എടുത്താൽ സേവ് ചെയ്യുന്ന പ്ലേറ്റിൽ ഇട്ടിട്ട് ചെയ്യാം. അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ ഈ കൂട്ടെല്ലാം കൂടെ അരച്ചെടുക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇതിനി മിക്സിയിലിട്ട് അരച്ചെടുക്കണം. ഒരു കാര്യം ശ്രദ്ധിക്കുക, ചൂടോടെ തന്നെ അരയ്ക്കരുത്. ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷം
അരയ്ക്കണം. അപ്പോൾ നമ്മുടെ മലായ് കോഫ്തയുടെ ഗ്രേവി നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാനിലേക്ക് മാറ്റാം. അപ്പോൾ ഇനി ഈ ഗ്രേവി ജസ്റ്റ് ഒരു ലേശം 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഈ ഗ്രേവി ജസ്റ്റ് ആ എണ്ണയിലിട്ട് ഒന്നും കൂടെ ഒന്ന് അരച്ചതിന് ശേഷം ഇതൊന്ന് കുറുകി കിട്ടില്ല. ആ ജാറിൽ നിന്ന് തന്നെ ശകലം വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്യാണ്. ഇനി അതല്ലേ അത്ര കുറുകിയിട്ടുള്ള കറിയല്ലേ, ഇച്ചിരി അല്ലേ. ഗ്രേവി നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. കുറച്ചൊന്ന് തണുത്തിട്ട് വേണം നമുക്ക് ബോൾസിൻ്റെ മുകളിൽ ഒഴിക്കാൻ. ഓക്കെ. മലായ് കോഫ്തയുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഗ്രേവി നമ്മൾ അല്ലേ ഈ കോഫ്തയിലോട്ട് ആഡ് ചെയ്യാം. ആദ്യം കുറച്ച് നമ്മൾ കസൂരി മേത്തി ഇടുകയാണ്. അത് ആ ചൂടോടെ, ചെറിയ ചൂടോടെ തന്നെ കസൂരി മേത്തി ഇടണം, എന്നാലേ അതിൻ്റെ ഒരു ഫ്ലേവർ അങ്ങോട്ട് ഇറങ്ങുള്ളൂ. നമ്മൾ ജസ്റ്റ് ഫ്രഷ് ക്രീം അതിലേക്കൊന്ന് ആഡ് ചെയ്യാണ്, ജസ്റ്റ് ഒരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് അല്ലേ. ഓൾറെഡി നമ്മൾ സോക്ഡ് ആയിട്ടുള്ള ആൽമണ്ട്സും എന്താ പറയുക നട്ട്സും ഒക്കെ നമ്മൾ ഇതിനകത്ത് അരച്ച് ചേർത്തിരിക്കുകയാണ്. ലേശം മല്ലിയിലയും കൂടെ സ്പ്രിങ്കിൾ ചെയ്ത് നമ്മുടെ മലായ് കോഫ്ത റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈസ്റ്റേൺ പച്ചമുളകിൽ കൂടി രഹന ചേച്ചി നമുക്ക് നല്ല ഒന്നാന്തരം മലായ് കോഫ്ത റെഡിയാക്കി കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് കഴിച്ചു നോക്കിയില്ല എന്തായാലും ടേസ്റ്റി ആയിരിക്കും. എന്നാലും കഴിച്ചു നോക്കിയിട്ട് നമുക്ക് അഭിപ്രായം പറയാം. ഓക്കെ. വാവ്. അപ്പോൾ രഹന ചേച്ചിയുടെ മലായ് കോഫ്ത ഏതാണ്ട് എൻ്റെ മുന്നിലിരുന്ന് എന്നെ നോക്കി ചിരിക്കുകയാണ്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ടേക്ക് എ പീസ്. അടിപൊളി. എന്താണ്, എനിക്ക് പിന്നെ ഈ പനീറും പൊട്ടറ്റോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുണ്ട്. ഇത് പറഞ്ഞ പോലെ നല്ല ബട്ടനാൻ്റെ കൂടെയൊക്കെ നല്ല ഉഗ്ര സാധനമാണ്. ഐ ലവ് ഇറ്റ്. ആക്ച്വലി ഇത് ഇത്ര സിമ്പിൾ ആയിരുന്നു എന്നുള്ളത് ഇങ്ങനെ ഉണ്ടാക്കി കാണിച്ചപ്പോഴാണ്. അത് രഹന ചേച്ചിയുടെ ഇതിന് മുന്നേ ഉള്ള വിഭവങ്ങളും നല്ലതായിരുന്നു. നല്ല വിഭവങ്ങളാണ് ഈ ഈസ്റ്റേൺ പച്ചമുളകിൽ കൂടി രഹന ചേച്ചി നമുക്ക് കാണിച്ചു തന്നത്. നമുക്ക് രഹന ചേച്ചിക്ക് ഈസ്റ്റേണിൻ്റെ വക ഒരു ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ട്. താങ്ക് യു. കൺഗ്രാറ്റ്സ്. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ ഒരു കിടിലം വിഭവമായിട്ട് നമുക്ക് കാണാം.